ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിലോട്ട് പോവാം. വില്ലനക്ക് ഗോവൾ ജോബ് കിട്ടും. ഞാൻ ഗോവക്ക് ട്രിപ്പ് പോയി എൻജോയ് ചെയ്യാൻ വില്ലൻ പോയായിരുന്നു. ഹീറോയ്ക്ക് ഹീറോയി ചോദിച്ചായിരുന്നു, എന്താ ഇവനാണ് എന്നെ കൊല്ലാൻ നോക്കി? അതെ അതെ, ഇവന് കൊല്ലരുത്, ഇപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ശരിയായ പിന്നെ നോക്കിക്കോളാം. ഹീറോയി ഗോസ്റ്റ് പറഞ്ഞു. അതുകൊണ്ട് ഹീറോ ശരി ഓക്കെ. ഹീറോയി വന്ന് അങ്ങനെ വീടെല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഗോസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്നിട്ട് ഹീറോയി വീട് നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പൈൻറ്റെല്ലാം ഇട്ട് ഹീറോയി റെഡിയാക്കി അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങി. പിന്നെ ഗേൾസ് എല്ലാം താമസിക്കാൻ തുടങ്ങി. ഓരോ നാൾ ഓരോ ജോബ് പോകാൻ തുടങ്ങിയായിരുന്നു. വേറെ ആരും ആ ഗേൾസിനെ കണ്ടുപിടിച്ച് വരുമ്പോൾ ഗോസ്റ്റ് എല്ലാവരും പേടിപ്പിച്ച് വായിക്കുമായിരുന്നു. അങ്ങനെ ഇത് എല്ലാ ഗേൾസ് വെച്ചിട്ട് ഗെട്ടപ്പ് ഇട്ട് ആ ഗോസ്റ്റുമാർ ഗെട്ടപ്പ് ഇട്ട് വന്നവരെല്ലാം മേടിച്ച് വായിക്കും. ഗോസ്റ്റ് പറയാൻ തുടങ്ങി, നിങ്ങളതിന് എന്നെ മാതിരി മേക്കപ്പ് ചെയ്ത് ഓവർ എന്ന് ആക്കണ്ടത്. അങ്ങനെ ഗോസ്റ്റായിട്ട് അതിലൊരു ഗേൾ വന്നു, ഞാൻ എന്നെ മോറി മേക്കപ്പ് ചെയ്യണു, ആണ് എന്നെ പറപ്പിച്ച് പ്ലീസ്. അവിടെ കണ്ടു ഇവനാണ് എൻ്റെ പുറകിൽ നടക്കുന്നത്. അതായിട്ട് ആ ഒരു ഗേൾ പറഞ്ഞു, ശരിയടി വിഷമിക്കണ്ട. അങ്ങനെയായിട്ട് പറന്നു. അയ്യോ പ്രേതോ എന്ന് പൊത്തും ആ ചെക്കൻ മയങ്ങി വീണു. ഗോസ്തിക്ക് എന്ത് പ്രശ്നം വന്നാൽ ഗേൾസിക്ക് എന്ത് പ്രശ്നം വന്നാൽ ഗോസ്തിക്ക് അറിയാൻ പറ്റൂ. അങ്ങനെയായിട്ട് ഡേയ്സ് ഇങ്ങനെ പോയി ഹീറോയെ ക്യാബിൽ വെച്ച് ടി വി വെച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്ന് നോക്കുമായിരുന്നു. ടി വിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ടി വിയിൽ നോക്കുമ്പോൾ ബി ടി എസ് മെമ്പർ ഇതെല്ലാം പാട്ട് ഗോസ്റ്റിക്ക് അവരെ പിടിക്കും. ഇവർ ബി ടി എസ് മെമ്പറല്ലേ? അതെ അതെ അതെ, നിനക്ക് ഇങ്ങനെ ഗോസ്റ്റ് പറഞ്ഞായിരുന്നു. ഇവരെ കാണാൻ പറ്റിയ നല്ലുണ്ടായിരുന്നു. ഹീറോയി പറയായിരുന്നു, എന്താ നിനക്ക് അവർ വേറെ ക്രഷ് ഉണ്ടോ? അത് 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 ഹീറോയി പറഞ്ഞു. ഗോസ്റ്റ് വെച്ച് കളിയാക്കി ഓ ഓ നടക്കട്ടെ നിങ്ങളെ രണ്ടുപേരും ഞാൻ ഒന്നിപ്പിക്കാം. അങ്ങനെ ഗോസ്റ്റ് പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാ ഗേൾസും പോയി കിച്ചണിലെ ജോലി ചെയ്യാൻ ക്രിസ്ത്യൻ പോയി. ഗോസ്റ്റ് അടിയിരുന്ന് ടി വി നോക്കായിരുന്നു. ആ ഗോസ്റ്റൊക്കെ ഒരു ന്യൂസ് കിട്ടി. ഓഹോ കിട്ടി, ഇത് വെച്ച് ചെയ്യാം. അങ്ങനെയായിട്ട് ഗോസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോയിനെ വെച്ച് ചെയ്യാം എന്നെ ഗോസ്റ്റ് ബാക്കി ഗേൾസിനോട് പറഞ്ഞു. അവർ വരാൻ പോവാ, നമുക്ക് ഇവളെ ഫസ്റ്റ് സെറ്റിലാക്കാം, പിന്നെ നിങ്ങൾക്ക് പിടിച്ച മതി, ഞാൻ ചെക്കൻ സെറ്റാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഗോസ്റ്റ് പറഞ്ഞു. ശരി ഓക്കെ, ഹീറോയിൻ ഫസ്റ്റ് സെറ്റാക്കാം. അങ്ങനെ ഹീറോയി അങ്ങനെ ഹീറോമാർ ഇപ്പം എന്ത് ചെയ്യുക? അവർ ഓട്ടത്തിലുണ്ട്. ഹീറോ ഗോസ്റ്റിക്ക് അറിയാൻ പറ്റുന്നത് ഫസ്റ്റ് ജിന്ന് വറുത്ത് വരാം. ജിന്ന് ഹീറോയ്ക്ക് നീ വൈറ്റ് ഡ്രസ്സ് ഇട്ടോ. ഗോസ്റ്റ് പറഞ്ഞു നീ വൈറ്റ് ഡ്രസ്സ് ഇട്ടോ. ഞാൻ എന്നെ വൈറ്റ് ഡ്രസ്സ് ഇടുന്നത് അതൊന്നും വേണ്ട, ഞാൻ ഇടുന്നില്ല. നിന്നെ ടെൻഷൻ ആക്കണ്ട. അങ്ങനെ ഹീറോയി പറഞ്ഞിരുന്നു, വേണ്ട എനിക്ക് ഈ ഡ്രസ്സ്. അങ്ങനെ ഹീറോയ്ക്ക് നല്ല ഡ്രസ്സ് ഇടിപ്പിച്ച്. നീ ബുർക്ക ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഇടാതെ എല്ലാവരും നോക്കും, പോടിയേ നീ അങ്ങ്. ശരി ഗോസ്റ്റ് എല്ലാവരും അണിച്ചിട്ട് ബഗ്ഗിട്ട് ഇവിടെ നോക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ നടന്നു പോയി. ഇപ്പോൾ അമ്മ വ്യൂ അവിടുന്ന് ഇപ്പോൾ ജാറിട്ട് വ്യൂ നോക്കൂ. എങ്ങനെ വ്യൂ? ഇത് കണ്ടോ, ഇതെന്താ ബനാന? ആ കട്ട് ഏതൊരു കേള് വായിക്കോട്ട് തിന്നു എന്നിട്ട് അങ്ങനെ ജിന്നു വന്നു. അത് ഹീറോയിൻ അതുകൊണ്ട് പൊത്തുന്നു. അങ്ങനെ രണ്ട് കണ്ണ് എടുക്കാതെ നോക്കാറിഞ്ഞ. ഇപ്പം എന്തായി? സൂപ്പർ ഇപ്പം സൂപ്പർ ആയല്ലേ? അതെ ഗോസ്റ്റിനോട് പറയാൻ തുടങ്ങി. ഗോസ്റ്റ് സ്മൈൽ ചെയ്തു. ശരി ഓക്കെ. അങ്ങനെ അവർ രണ്ടുപേരും നോക്കിയായിരുന്നു. അപ്പം നീ പോകുന്ന മതിയാക്കുക. ഹലോ അയ്യോ അയ്യോ എന്ന് ഗേൾസ് സംസാരിച്ചു പോയത്. അത് ജിന്നു വേണിച്ചു. സോറി മാം അത് പറഞ്ഞായിരുന്നു ഓടിപ്പോയി. ജിന്നിക്ക് അവൾക്കാണെങ്കിൽ ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഓടിപ്പോയി. ഗോസ്റ്റ് ഹീറോയിൻ എന്ത് പറ്റിയടി? നിനക്ക് അറിയാതെ മാറി ഗേൾസ് കേട്ടത്. ഇല്ലടി ചാറി വീണത്. ആരത്? അറിയില്ലടി. അങ്ങനെ ഹീറോയി പറഞ്ഞു. അത് ജിന്നായിരുന്നു. അത് ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു ജിന്നത്. അത് ഹീറോയി അയ്യോ ജിന്ന അയക്ക് കത്തി എന്താ പറഞ്ഞ കണ്ടുപിടിച്ചില്ലേ? എപ്പോഴാ വരുന്നതെന്ന് വയക്കൂടാ. കോവക്കരന് ഇപ്പം എവിടുന്ന് ഓയിലെത്തിടാ? അവിടെ ഒരാൾ ഇങ്ങനെ ഓയിൽ വെച്ച്, ഇത് ഞാൻ കൊടുന്നത് 100 രൂപ കൊടുന്നതാ, ഇത് 50 രൂപ. അങ്ങനെ 2 ഒരു വൈക്കുണ്ടാക്കിയായിരുന്നു. അതിലൊരു കുപ്പിനെ എടുത്തു 50 പറഞ്ഞവരിൽ. അങ്ങനെ അതിലൊരു കുപ്പി എടുത്തു. അങ്ങനെ ഇട്ട് 2 പേര് വരുന്ന. ശരി ഫസ്റ്റ് ഇവന് കൊയ്ക്കാം. 2 പോസ്റ്റ് എടുത്തു. ഫസ്റ്റ് 50 100 കൊടുത്തെന്ന് അതിട്ട് വീണ് ഹീറോയിൻ വീണ്. ഇതിനങ്ങനെ ആറമ്മക്ക് ഷാക്കായി. എവിടെ കൈ വെച്ച് പറഞ്ഞ ഇങ്ങനെ ഹാർട്ടിൽ ഹീറോയിനെ നെഞ്ചിൽ കൈ വെച്ച് വെച്ച് ഹീറോയ്ക്ക് ഷാക്കായി. എണിച്ച് കണ്ടത് ഓർഡർ കൈ വെച്ചിട്ട് കണ്ടത് കൈ വെച്ചിട്ട് അന്ന് ചെയ്യട്ടില്ല. അതേന്നാണ് പോകുന്നത്. എന്ത് പറ്റി? രണ്ടുപേരും ശരിയില്ലല്ലോ. അങ്ങനെ അതെ ജിൻ ഇങ്ങനെ വീണപ്പോൾ ഹീറോയ്ക്ക് നെട്ടിയിൽ കിസ് അടിച്ച്.
ഹാറൂമിന് കൈ വെച്ചായിരുന്നു. ഇവർ രണ്ടുപേരും കിണങ്ങണമെന്ന് മതി. ഇവർക്ക് എന്ത് പറ്റി? ഇങ്ങനെ ബാക്കി മെമ്പേഴ്സ് പറഞ്ഞാലേ ഷുഗ പറയാൻ തുടങ്ങി. അങ്ങനെ ഷുഗ കോൾ വന്നു. എപ്പോഴാ ഷുഗ മാരേജ് കഴിക്കാൻ പോ മമ്മി അങ്ങനെ ഇല്ല. ഷുഗ കത്തിയായിരുന്നു. ആഹാ ഉണ്ട് അത് ഒഴിച്ച് ഷുഗ ടബാലെന്ന് ഹീറോയുടെ റൂമിലുണ്ടായിരുന്നു. അതെ റൂം ബെഡ് അങ്ങനെ ഉണ്ട്. ഹീറോയുടെ ബെഡ് ശരിയാക്കുമായിരുന്നു. ടബാലെന്ന് അവിടെ റൂം ഒഴിച്ച് ഇതെന്ത് സൗണ്ട് കേൾക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിയായിരുന്നു ഷുഗ അതിലേക്ക്. ഷുഗ ഇങ്ങനെ ഷുഗ വീണ് പോയി. ഹീറോയിന് സ്വിമ്മിങ് പൂളായിരുന്നു. ബെഡ് പറഞ്ഞ സ്വിമ്മിങ് പൂളിലോട് കുറച്ച് ഒരു ബെഡ് പോലത്തെ ഇതുണ്ട്. അതിൽ ഷുഗ വീണ് ഹീറോയിൻ വീണ് സ്വിമ്മിങ് പൂൾക്ക് രണ്ടുപേര് വീണു. രണ്ടുപേര് കണ്ണെടുക്കാൻ നോക്കിയായിരുന്നു. ഷുഗ ഇടുപ്പ് പോലെ കൈ വെച്ച് ഹീറോയിനെ നോക്കായിരുന്നു. ഷുഗൊക്കെ പാട്ട് പാടുന്ന പോലെ ഫീൽ ആവാൻ തുടങ്ങി. എന്ത് എനിക്ക് പാട്ട് ഗോസ്റ്റാണ് എല്ലാം ചെയ്യുന്നത്. എന്നൊരു പാട്ട് ഫ്ലവറെല്ലാം വീഴാൻ തുടങ്ങി. ഷുഗൊക്കെ ഇതിനടുത്ത് ഫ്ലവർ വീഴുന്നു. ഷുഗൊക്കെ കൺഫ്യൂസ്ഡായി. ഹീറോയ്ക്ക് മനസ്സിലായി ഇതെല്ലാം അവളെ പണിയാ. സർ എൻ്റെ മേലെ എണിച്ചേ പറ്റുമോ? സോറി ഷുഗ അവിടുന്ന് ഓടിപ്പോയാ തുടങ്ങി. ഇത് നിൻ്റെ പണിയല്ലേ? അത് അപ്പോൾ ഫസ്റ്റ് ചെയ്ത് നീയാണോ? അതെ ഇനി വില ചെയ്യണ്ടാവോ? എനിക്ക് കഴിയില്ല കരിയിൽ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ജെ ഹോപ്പ് ഹീറോയിനെന്ത് അവൾ ഗോസ്റ്റ് കുറേ ഐഡിയ കിട്ടി. ജെ ഹോപ്പ് അവിടെ ഇരുന്നിട്ട് സംസാരിച്ചു. എനിക്ക് ഡാൻസ് ഇപ്പോൾ ഒരു ഐഡിയ. ഹീറോയിനെ വിളിച്ച് ഒരു ഡ്രസ്സ് ഹീറോയിൻ്റെ ബോഡിക്ക് പോയിട്ട് കൂടിയിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് നല്ല സൂപ്പറായി ഡ്രസ്സ് ഇട്ട് ഹീറോയ്ക്ക് ഹീറോയിനെ ഡാൻസ് കളിപ്പിക്കാൻ തുടങ്ങിയ ഗോസ്റ്റ്. ഹീറോയ്ക്ക് മനസ്സിലാകും എന്നെ ഡാൻസ് കളിപ്പിക്കുന്നു ഗോസ്റ്റ് എന്ത്. ഹീറോയ്ക്ക് കുറച്ച് ബോധമുണ്ട്. ഹീറോയ്ക്ക് മനസ്സിലാകുന്നു എന്തിനാ നീ ഡാൻസ് കളിക്കുക. ഇപ്പം കണ്ടോ ഹീറോയ്ക്ക് ഡ്രസ്സെല്ലാം കുട്ടി ഒരു ജീൻസ് ടോപ്പ് ഇട്ട്. ഹീറോയി പറഞ്ഞു അയ്യോ ഇടുപ്പ് പാതി കാണുന്നുണ്ട്. എന്തടി നീ ചെയ്യുന്നത്? മുണ്ടാത്തിരി ഡാൻസ് കളിക്കും. ജയഹോപ്പ് ഡാൻസ് കളിക്കുന്നത് നോക്കി. എന്താ ഇതേത് പാട്ട്? ഹീറോയി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ജയഹോപ്പ് ഫ്ലാറ്റായി പോയി. അയ്യോ ക്യൂട്ടായിട്ടുണ്ടല്ലോ ഇത് ജയഹോപ്പ്. സ്കിമ്മീന്ന് പറയാന് ഗോസ്റ്റ് ഒരു തള്ളി. അപ്പം ഹീറോയിന് മേളം വന്നു. രണ്ടുപേരും പച്ചക്കാട് കിസ്സായിട്ട് ജയഹോപ്പ് ജയഹോപ്പ് ഓടിപ്പോയി. അതിനോട്ട് നെക്സ്റ്റ് ആരായിരുന്നു നോക്കായിരുന്നു ഹീറോയിൻ.